ഹലോ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ സൂപ്പും കോളിഫ്ലവർ ഫ്രൈയും ആണ്. അതിന് വേണ്ട എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഞങ്ങൾക്ക് നോക്കാം. സ്വീറ്റ് കോൺ എടുത്തിട്ടുണ്ട്, ഒരു 1 കപ്പ്. അത് ഹാഫ് സൂപ്പിലിടും, ഹാഫ് നമ്മൾക്ക് വേറെ എടുത്തേക്കണം. പിന്നെ ക്യാബേജ് നല്ല സ്മോളായിട്ട് നല്ല കൊത്തി അരിഞ്ഞതാണ്. പിന്നെ ക്യാരറ്റ്, ബീൻസ്. ഒരു കടായിൽ ഒരു 4 കപ്പാണ് ഞാൻ, ഒരു 4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അത് നല്ലോണം തിളയ്ക്കാൻ വയ്ക്കുക. ഒരു 4 പേർക്ക് കുടിക്കാൻ പോലെയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ നല്ല വെള്ളം നല്ല ബോയിലായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കതിൽ ഇൻഗ്രീഡിയൻസ് ഇടാം. ബീൻസാണ് ഇപ്പോൾ ഇടുന്നത്. ബീൻസ്, ക്യാരറ്റ്, എല്ലാ വെജിറ്റബിൾസും ഒന്നിച്ച് നമുക്ക് ഇട്ട് വേവിക്കാം. ബീൻസ്, ക്യാരറ്റ്, ക്യാബേജ്, പിന്നെ സ്വീറ്റ് കോൺ. സ്വീറ്റ് കോൺ ഞാൻ എടുത്ത എമൗണ്ടിൽ നിന്ന് ഹാഫാണ് ഞാൻ ഈ ഇതിലിടുന്നത് ബോയിലാക്കാൻ. ഹാഫ് സെപ്പറേറ്റായിട്ട് ഞാനത് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഒരു മിക്സി ജാറിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ട് അത് നമ്മൾക്ക് ഈ സൂപ്പിൽ ആഡ് ചെയ്യണം. ഒരു ചെറിയൊരു മിക്സിൻ്റെ ജാർ എടുക്കുക, എന്നിട്ട് അത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ പേസ്റ്റ് വന്നിട്ട് നമുക്ക് ഈ സൂപ്പിൽ ഇടാം. അപ്പോൾ ആ സൂപ്പിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി കിട്ടും. കോണിൻ്റെ ഇത് വരുമ്പോൾ ആ വെജിറ്റബിൾ സൂപ്പിന് ഒരു ഡിഫറെൻറ്റ് കളറായിരിക്കും. അപ്പോൾ ആ കോണിൻ്റെ ഇത് ചേർക്കുമ്പോൾ കുറച്ച് ഇതായി കാണും. എന്നിട്ട് അതിന് നമുക്ക് ആവശ്യമില്ല ഉപ്പിടാം. പിന്നെ ഒരു ചെറിയൊരു ബൗളിൽ ഒരു 3 to 4 സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട് ഞാൻ. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സാക്കുക. മിക്സാക്കിയിട്ട് അവിടെ ഒരു സൈഡിൽ വയ്ക്കുക. നല്ലോണം അടിയിലിങ്ങനെ കട്ട പിടിച്ചാൽ വരണം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് നല്ല പേസ്റ്റാക്കി വയ്ക്കുക. അപ്പോൾ സൂപ്പ് നല്ല ബോയിലാവാൻ തുടങ്ങി. വെജിറ്റബിൾസൊക്കെ നല്ല കുക്കായിട്ടുണ്ട്. അതിൽ കുറച്ച് ഞാൻ ബ്ലാക്ക് പെപ്പർ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൂപ്പിൻ്റെ മേലെ ആ കോൺ ഒഴിച്ചപ്പോൾ ഈ യെല്ലോ കളർ ഇങ്ങനെ ഉണ്ടാവും. അത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്ക് എടുത്തിട്ട് മാറ്റാം. അത് കുറേ ആകുമ്പോൾ ഒരുമാതിരി ഉണ്ടാവും. അതിപ്പോൾ കുറച്ച് എടുത്തിട്ട് നമുക്ക് എടുത്തിട്ട് മാറ്റാം. എന്നിട്ട് ആ മിക്സ് ചെയ്ത് വെച്ച കോൺഫ്ലവർ ഇത് സൂപ്പിൽ നമുക്ക് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ല തിക്നെസ് കിട്ടും സൂപ്പിന്. എപ്പോഴും നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോൾ വുഡൻ സ്പൂൺ തന്നെ യൂസ് ആക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ടൊമാറ്റോ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇത് ഞാൻ മേലെ കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങളത് ഒന്ന് നോക്കിക്കോളും. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കോളിഫ്ലവറിൻ്റെ കുറച്ച് പൊരിക്കാമെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ട് കുറച്ച് കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലീനായിട്ട് ഹോട്ട് വാട്ടറിൽ ഒന്ന് വാഷ് ചെയ്തെടുക്കുക. എന്നിട്ട് വെള്ളം ഇതാവാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പ പാത്രത്തിൽ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു ബൗളിൽ ഞാൻ 4 to 5 കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. അതിൽ 2 ടേബിൾ സ്പൂൺ മൈദ യൂസ് ആക്കിയിട്ടുണ്ട്. 4 സ്പൂൺ കോൺഫ്ലവറും 2 സ്പൂൺ മൈദ. 4 to 5 സ്പൂൺ നമുക്ക് കോൺഫ്ലവർ യൂസ് ആക്കാം. പിന്നെ ഒരു ഇത്തിരി റെഡ് കളർ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ആക്കിയിട്ട് ഒന്ന്, അപ്പോൾ നല്ലൊരു കളർ കിട്ടും. പിന്നെ ഇത്തിരി ടേമറിക് പൗഡർ യൂസ് ആക്കിയിട്ടുണ്ട്. പിന്നെ പെപ്പർ പൗഡർ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുറച്ച് ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സാക്കി എടുക്കാം.
അധികം ലൂസും ആവാൻ പാടില്ല, അധികം കട്ടിയും വേണ്ട. അതിലിടുമ്പോൾ മസാല വന്നിട്ട് കോളിഫ്ലവറിൽ പിടിക്കണം. അതുപോലെ അധികം തിക്നും വേണ്ട, അധികം ലൂസും വേണ്ട. അതിനിതായിട്ട് കലക്കിയെടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിൽ എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. എന്നിട്ട് ഈ മിക്സാക്കിയ ഈ മസാലയിൽ ഇത് കോളിഫ്ലവർ ഇട്ട് നല്ലോണം മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ ഒരു 5 to 10 minutes വയ്ക്കാം നമുക്ക്. പിന്നെ കുറച്ച് എണ്ണയിൽ ഒഴിച്ചിട്ട് കുറച്ചായിട്ട് ഞങ്ങൾക്ക് പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പിയാണ് ഉണ്ടാവും. സൂപ്പിൻ്റെ കൂടെ കൂട്ടാൻ പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഞാൻ. അപ്പോൾ നല്ല വെജിറ്റബിൾ സൂപ്പും കോളിഫ്ലവർ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സലാഡ് ആക്കിയിട്ടുണ്ടായി. ക്യാരറ്റും ക്യാബേജ്, ക്യാപ്സിക്കം, ഓണിയന് എല്ലാം ചെറുതായി മുറിച്ചിട്ട് അതിലിത്തിരി ലെമണും ഉപ്പും പെപ്പറും കൂടി ഇട്ടിട്ട് മിക്സാക്കിയിട്ട് ഒരു സലാഡ് പോലെ ആക്കിയിട്ടുണ്ടായി. അപ്പോൾ ഞങ്ങൾക്ക് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിഷ് ഔട്ട് ചെയ്ത് ടേസ്റ്റ് നോക്കാം. ഇപ്പം എൻ്റെ മോനാണ് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക.